അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 4ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നടന്ന സുന്നത്ത് നിസ്കാരം പ്രാക്ടിക്കൽ പരീക്ഷയുടെ ചോദ്യപേപ്പർ അവലോകനമാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ആകെ 50 മാർക്കിനാണ് നമ്മുടെ പരീക്ഷ. പ്രവർത്തനങ്ങൾ: നിസ്കാരം 2 റക്അത്ത് സുന്നത്ത്. അപ്പോൾ 2 റക്അത്ത് മുത്തലക്കൻ സുന്നത്ത് നിസ്കാരമാണ് നമ്മൾ നിർവഹിച്ച് കാണിച്ചു കൊടുക്കേണ്ടത്. ഏത് അടിസ്ഥാനത്തിലാണ് നമുക്ക് മാർക്ക് ലഭിക്കുന്നത്? നിയ്യത്തിന്റെ പൂർണ്ണമായ രൂപം പറയൽ. അപ്പൊ നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് നിയ്യത്ത് പറയൽ സുന്നത്തുണ്ടല്ലോ, മനസ്സിൽ കരുതലാണ് നിർബന്ധം, പക്ഷെ പറയൽ സുന്നത്തുണ്ട്. അപ്പോ ഈ നിയ്യത്തിന്റെ പൂർണ്ണമായ രൂപം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മാർക്ക് ലഭിക്കും. എന്താണ്? ഉസല്ലി സുന്നത്തൽ മുത്ലഖി റക്അത്തൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലതി അദാഅൻ ലില്ലാഹി തആല. മുത്ലഖൻ സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഖിബ്ലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു. ഇതാണ് പരിപൂർണമായ നിയ്യത്ത്. ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മാർക്ക്. പിന്നെ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലൽ, അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ, തക്ബീറത്തുൽ ഇഹ്റാം ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ 1 മാർക്ക്. പിന്നെ തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം 2 കൈയും വെക്കൽ. നമ്മൾ നിയ്യത്ത് വെച്ചതിന് ശേഷം അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുമ്പോൾ കൈ ഉയർത്തിയിട്ട് പിന്നെ എന്ത് ചെയ്യും? കൈ വെക്കുമല്ലോ. അത് എവിടെ വെക്കേണ്ടത്? നമ്മുടെ നെഞ്ചിന് താഴെയും പൊക്കിളിന്റെ മുകളിലുമായിട്ടാണ് നമ്മൾ വെക്കേണ്ടത്. നമ്മുടെ വലത് കൈ കൊണ്ട് ഇടത് കൈയിന്റെ മണിബന്ധം പിടിക്കുന്ന രൂപത്തിലൊക്കെയാണല്ലോ നമ്മൾ വെക്കേണ്ടത്. അങ്ങനെ കൃത്യമായി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ 3 മാർക്ക്. പിന്നെ റുക്കൂ നല്ല രൂപത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ 3 മാർക്ക്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മുടെ മുതുകും പെരടിയും ഒക്കെ സമമാകുന്ന രൂപത്തിലാണ് റുക്കൂ ചെയ്യേണ്ടത്. സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി 3 തവണ ചൊല്ലണം. അങ്ങനെ കൃത്യമായി ചെയ്തിട്ടുണ്ടെങ്കിൽ 3 മാർക്ക്. പിന്നെ സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് ഇഅ്തിദാലിലേക്ക് വരുന്നു. ഇഅ്തിദാലിൽ റബ്ബനാ ലക്കൽ ഹംദു എന്നുള്ള ദിക്ർ ചൊല്ലുന്നു. അങ്ങനെ ഇഅ്തിദാൽ കൃത്യമായി ചെയ്തിട്ടുണ്ടെങ്കിൽ 3 മാർക്ക്. പിന്നെ സുജൂദിൽ ശ്രദ്ധിക്കേണ്ടത് എന്താ? ബ്രാക്കറ്റിൽ 7 അവയവങ്ങൾ വെക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സുജൂദിൽ നമ്മൾ നിലത്ത് കൃത്യമായി വെക്കേണ്ട അവയവങ്ങൾ എത്രയാണ്? നമ്മുടെ നെറ്റി വെക്കണം, അതുപോലെ മുൻകൈയിന്റെ 2 മുൻകൈയിന്റെയും പള്ളകൾ കൃത്യമായി പതിയണം, കാൽമുട്ടുകൾ വെക്കണം, അതുപോലെ കാൽ വിരലുകളുടെ പള്ളകൾ കൃത്യമായി നിലത്ത് പതിയണം, അതുപോലെ മൂക്ക്. ഇങ്ങനെ 7 അവയവങ്ങൾ സുജൂദിൽ കൃത്യമായി വെച്ചാൽ 5 മാർക്ക്. അവിടെ സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി എന്നൊക്കെ നമ്മൾ ചൊല്ലിയിട്ടുണ്ടാവും. ഇനി സുജൂദിന്റെ ഇടയിലെ ഇരുത്തം. ഒരു സുജൂദ് കഴിഞ്ഞാൽ നമ്മൾ ഒന്നിരിക്കും, പിന്നെ വീണ്ടും 2ാം സുജൂദ് ചെയ്യും. അപ്പൊ 2 സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തം, ആ ഇരുത്തത്തിൽ നമ്മൾ ഏത് ഇരുത്തമാണ് ഇരിക്കേണ്ടത്? ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്താണ് എന്ന് വിദ്യാർത്ഥികൾക്ക് ഓർമ്മയുണ്ടാകും. എന്നാലും നമ്മൾ വിശദമായി അത് പറഞ്ഞിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. ആ ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. അങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ 3 മാർക്ക്. ഇനി അത്തഹിയാത്ത് ബ്രാക്കറ്റിൽ ഇരുത്തം. ഇവിടെ അത്തഹിയാത്ത് അവസാനത്തിൽ നമ്മൾ സലാം വീട്ടാൻ വേണ്ടി ഇരിക്കുന്ന അത്തഹിയാത്ത് ഉണ്ടല്ലോ, ആ അത്തഹിയാത്തിൽ നമ്മൾ ഏത് ഇരുത്തമാണ്? തവറുക്കിന്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. ചന്തി നിലത്ത് വെച്ചിട്ടുള്ള ഇരുത്തമാണ് നമ്മൾ ഇരിക്കേണ്ടത്, തവറുക്ക്. അപ്പോ സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തം ഇഫ്തിറാഷിന്റെ ഇരുത്തവും, അത്തഹിയാത്തിൽ തവറുക്കിന്റെ ഇരുത്തവും. അങ്ങനെ 2 കൃത്യമായി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നിന് 3 മറ്റൊന്നിന് 4 മാർക്ക് വീതം ലഭിക്കുന്നതാണ്. പിന്നെ അവസാനം സലാം വീട്ടൽ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ് നമ്മൾ വലതു ഭാഗത്തേക്കും ഇടതു ഭാഗത്തേക്കും ഇങ്ങനെ തിരിഞ്ഞ് സലാം വീട്ടിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക്. അങ്ങനെ ആകെ 50 മാർക്കാണ് നമ്മുടെ സുന്നത്ത് നിസ്കാരത്തിന്റെ ഈ പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് നമുക്കുള്ളത്. ഇനി ഇവിടെ നിസ്കാരത്തിന്റെ കർമ്മങ്ങൾ പാലിച്ചവർക്ക് മാർക്ക് പരിഗണിക്കേണ്ടതുള്ളൂ, അല്ലെ? ക്രമങ്ങൾ പാലിച്ചവർക്ക്. നിസ്കാരത്തിന് 14 ഫർളുകളുണ്ട്. അതിൽ അവസാനത്തെ ഒരു ഫർളാണ് തർത്തീബ്. അപ്പോൾ ഒന്നിനു ശേഷം മറ്റൊന്ന്, അങ്ങനെ ഒരു തർത്തീബ് ഉണ്ടല്ലോ, ഒരു ക്രമം, അതനുസരിച്ച് ചെയ്തവർക്കാണ് ഇവിടെ മാർക്ക് ലഭിക്കുക. അതുപോലെ റുക്കൂ, ഇഅ്തിദാൽ, ഇടയിലെ ഇരുത്തം എന്നിവയിൽ അനക്കം അടങ്ങിയവർക്ക് മാത്രമേ അതുപോലെ കള്ളിയിൽ സൂചിപ്പിച്ച മാർക്ക് നൽകാവൂ. എന്ന് പറഞ്ഞാൽ നമ്മൾ തുമഇനീനത്ത്, അടങ്ങി താമസിക്കുക എന്നുള്ളത് നിസ്കാരത്തിന്റെ ഒരു ഫർളാണ്. അപ്പൊ റുക്കൂയിലും ഇഅ്തിദാലിലും അതുപോലെ സുജൂദിന്റെ ഇടയിലെ ഇരുത്തത്തിലേക്ക് നമ്മൾ ഒന്ന് അനങ്ങി താമസിക്കണം, കുറച്ച് അടങ്ങി താമസിക്കണം. അതിനാണ് തുമഇനീനത്ത് എന്ന് പറയാം. പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാതെ നമ്മൾ ഈ പറയപ്പെട്ട ദിക്റുകളൊക്കെ ചൊല്ലുമ്പോൾ ഓൾറെഡി ആ ഒരു താമസിക്കൽ വരും. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെയാണ് ഈ മാർക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നത്. വിദ്യാർത്ഥികളൊക്കെ നല്ല രൂപത്തിൽ പരീക്ഷ ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.